അല്ല, ഇതിനകത്ത് ക്രൈസിസ് അല്ല ഇതിൻ്റെ പ്രശ്നം. ഇത് ഞങ്ങളെടുത്ത നിലപാട് വളരെ കൃത്യമാണ്. ഈ നിലപാട് വളരെ ആർജവത്തോടു കൂടി ജനങ്ങളോട് പറയുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ CPM-ൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അത് മുകേഷിൻ്റെ കാര്യത്തിലും ശശിയുടെ കാര്യത്തിലും ഗോപി കോട്ടമുറിക്കലിൻ്റെ കാര്യത്തിലും ഇവർ പരാതി വന്ന PK ശശിയുടെ കാര്യത്തിലുമൊക്കെ CPM എടുത്ത നിലപാട് പാർട്ടി കമ്മീഷനും അതുപോലെ പീഡനം അളക്കുന്ന അളവുകോലുള്ള മെഷീനുമായിട്ട് ഇവർ പോയതുപോലെ ഞങ്ങളാരും പോയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി നടപടിയെടുത്തു. പരാതി വന്നപ്പോൾ പോലീസിന് കൈമാറി. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആൾ തന്നെയായിരുന്നു രാഹുൽ. അതിനെന്താ സംശയം? ഞങ്ങൾക്ക് അത്ര പൊട്ടൻഷ്യലുള്ള ഈ പാർട്ടിയിലെ ഏറ്റവും അനിവാര്യനായിരുന്ന ഭരണപക്ഷത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് നിർത്താൻ സാധിക്കുന്ന ഏറ്റവും കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ പോലും ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടി ഒരു ബോൾഡായ സ്റ്റാൻഡ് എടുത്തു. അങ്ങനെ ഒരു ബോൾഡായ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ CPM എടുക്കുന്ന ഇരട്ടത്താപ്പ്, അത് സ്വർണ്ണക്കൊള്ള കേസിലും. എന്തുകൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന കാട്ടുകള്ളനെ അമ്പലം വിഴുങ്ങിയായ കാട്ടുകള്ളനെ ഇതേവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല? ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ പാവഭാരം ആർക്കൊക്കെയുണ്ട്? ഇത് ഈ പാർട്ടി സെക്രട്ടറിക്ക് അതിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കുമോ? വാസുവിനെ ഇതേവരെ പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്പലക്കൊള്ളയുടെ പങ്ക് ഇവർ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാൻ ഉള്ള ഒരു അവസരമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കും, പറയും, ആർജവത്തോടു കൂടി തുറന്നും കാണിക്കും. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. സംസ്ഥാന അധ്യക്ഷനെ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പാർട്ടി നേതൃത്വവും കൂടി ചേർന്ന് കണ്ടുപിടിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുത്തയാളാണ്. അപ്പോൾ അതിനകത്ത് ആരുടെ നോമിനി, ഇന്നയാളുടെ നോമിനി എന്നൊന്നുമില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എം പി ഗോവിന്ദൻ പറഞ്ഞത് പത്മകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് CPM-നായിട്ട് പോകുന്നില്ല, അദ്ദേഹം ഇപ്പം ജയിലിലാണെന്നാണ് പറഞ്ഞത്. വളരെ നല്ലൊരു തീരുമാനമായി പോയി അത്. ഈ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ടോ CPM-ൻ്റെ? പുറത്താക്കിയത്. ഇപ്പോൾ താങ്കൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരൻ തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയല്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയത്? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ എല്ലാ പരിപാടിയിലും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജിനെതിരെ എന്തോ ആരോപണം പറഞ്ഞു. അപ്പോൾ പത്തനംതിട്ടയിലെ CPM-കാരൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും അങ്ങനെ മാനത്തുനിന്ന് പൊട്ടി വന്നതൊന്നുമല്ല, ചില മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് വന്നതാണെന്നുള്ള അടക്കം പറച്ചിലൊക്കെ ഉണ്ട് ഈ കേസ്. അതെന്തു ആയിക്കൊള്ളട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവർ തീർത്തോട്ടെ. എന്ത് വന്നാലും ഈ ചില കള്ളന്മാർ തമ്മിൽ അടി കൂടുമ്പോഴാണ് ചില കള്ളത്തരത്തിൻ്റെ സത്യകഥകൾ പുറത്തു വരികയുള്ളൂ എന്ന് പണ്ടേ ഉള്ള കാര്യമാണ്, ചരിത്രമാണ്. കാരണം അത് ചേർന്ന് നടത്തിയ കള്ളത്തരം ഈ രണ്ട് കള്ളന്മാർ തമ്മിൽ മാറുമ്പോൾ അല്ലെങ്കിൽ അവർ വേർപിരിയുമ്പോൾ ആ ചെയ്ത കള്ളത്തരത്തിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരും. അങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തു ആയിക്കൊള്ളട്ടെ. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, പത്മകുമാർ CPM അംഗമാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്നും പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിട്ട് പോലുമില്ല CPM. അവിടെയാണ് പ്രശ്നം. വാസുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോലുമില്ല. കാരണം എന്താണെന്നറിയോ? വാസു കൊടുത്ത കാശും കൊണ്ടാണ് പല പാർട്ടി ഓഫീസും അല്ലെങ്കിൽ യൂണിയൻ ഓഫീസും തിരുവനന്തപുരത്തൊക്കെ പൊങ്ങിയിരിക്കുന്നത്. വാസു കൊടുത്ത കാശും കൊണ്ടാണ്. അതൊക്കെ ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ ശബരിമലയിലിട്ട ആ പണത്തിൻ്റെ പങ്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഈ അയ്യപ്പൻ്റെ സ്വർണത്തിൻ്റെ പങ്ക് പറ്റി ഇവരൊക്കെ ഗുണം പിടിക്കുമോ? ഒരിക്കലും ഗുണം പിടിക്കാനും പോണില്ല.